മോസ്റ്റ് കോംപ്ലക്സ് തിങ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ്. ഇത് ഇടയ്ക്കിടെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ ആവശ്യകത അത് സ്ഥിരമായിട്ട് നിൽക്കില്ല, അത് മാറിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അതിലോട്ട് നിങ്ങളെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഈ കാണുന്ന വീഡിയോയുടെ ഉദ്ദേശം. ഹ്യൂമൻ മൈൻഡ്, മനുഷ്യ മനസ്സിൻ്റെ വ്യതിയാനങ്ങൾ അത് മനസ്സിലാക്കാൻ ഒരു ടെക്നിക്ക് ഉണ്ട്, ദാറ്റ് ഈസ് നൈസ് അനാലിസിസ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് ബോറിംഗ് സംഭവിക്കും, നമുക്ക് വിരസത സംഭവിക്കും. നമ്മളെ മനസ്സ് എങ്ങനെയെന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു കാര്യങ്ങൾ ഒരേ തവണ ചെയ്യാതെ പല കാര്യങ്ങൾ മാറി ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്നതിൻ്റെ കാരണമാണ് നമ്മളെ മനസ്സ് അങ്ങനെയാണ്. അപ്പൊ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് എന്ത് ചെയ്യും? സന്തോഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ ബോറിങ്ങും, പല കാര്യങ്ങൾ മാറി ഒരു കാര്യം കുറച്ച് സമയം അത് കഴിഞ്ഞ് അടുത്ത കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് കുളിർമയും നൽകുന്നു. അപ്പോൾ ഡു വാട്ട് വി ലൈക്ക്, ഡെലിഗേറ്റ് വാട്ട് വി ഡോണ്ട് ലൈക്ക്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യുക. എന്താണ് ഇഷ്ടപ്പെട്ടത്? നമുക്ക് ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന് കുളിർമ നൽകുന്ന ചില കാര്യങ്ങളുണ്ട്, അതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, അത് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത് അത് നമ്മൾ മറ്റൊരാൾ പകരം വെച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ അവിടെ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ കൊടുക്കുന്ന കാര്യം, നമ്മൾ ഈ ഏൽപ്പിക്കുന്ന കാര്യം ആ ചെയ്യപ്പെടുന്ന വ്യക്തി, നമ്മൾ നിയോഗിക്കുന്ന വ്യക്തികൾക്ക് എന്തായിരിക്കണം? അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കണം, അവർക്ക് ലൈക്കബിൾ ആയിരിക്കണം. ആ ലൈക്കബിൾ അല്ലെങ്കിൽ അവൻ എന്തുണ്ടാവില്ല, അവനത് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കില്ല, അവന് പ്ലഷർ ആയിരിക്കണം. ഇതിന്റെ ഉദാഹരണ സഹിതം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആരൊക്കെയാണ് ഇവർ? whom they are. ഇപ്പോൾ ഒരു ഡെന്റിസ്റ്റ് എന്ന നിലക്ക് ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വർക്കാണ് ഒന്ന് ക്ലിപ്പ് ഇടുക എന്നുള്ളത്, ക്ലിപ്പിംഗ്. രണ്ടാമത്തതാണ് റൂട്ട് കനാൽ. മൂന്നാമത്തതാണ് നമ്മൾ കോസ്മെറ്റിക് വർക്ക്, കോമ്പോസിറ്റ് റീബിൽഡിങ്. അങ്ങനെ ഒരുപാട് വർക്ക് ഉണ്ട്. പല്ലെടുക്കൽ, പല്ല് സെറ്റ് ചെയ്യൽ, ക്രൗൺ ആൻഡ് ബ്രിഡ്ജ്, ഒരുപാട് വർക്കുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് താല്പര്യം ക്ലിപ്പിങ്ങിലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡു ഇറ്റ് മൈസെൽഫ്, അത് ഞാൻ ചെയ്യണം. അപ്പോൾ എനിക്ക് ക്ലിപ്പ് ചെയ്യുന്നത് താല്പര്യമുണ്ട്, ക്ലിപ്പ് ചെയ്യുന്നതിനകത്ത് വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ എനിക്ക് എടുക്കുന്നുണ്ട്, അത് സംബന്ധമായിട്ടാണ് എനിക്ക് താല്പര്യമെങ്കിൽ കോൺസെൻട്രേറ്റ് ഓൺ ഇറ്റ്, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്നതിന് ശേഷം റൂട്ട് കനാലും കോസ്മെറ്റിക് വർക്കും അതെന്ത് ചെയ്യുക? ഡെലിഗേറ്റ് ചെയ്യാം. ഇവിടെ ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തികൾക്ക് അതെന്തായിരിക്കണം? ലൈക്കബിൾ ആയിരിക്കണം. ഈ ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തികൾക്ക് അത് ഇഷ്ടപ്പെട്ടതായിരിക്കണം. അങ്ങനത്തെ വ്യക്തികൾക്ക് അത് എന്ത് ചെയ്യാൻ ഡെലിഗേറ്റ് ചെയ്യാവുള്ളൂ. ഇത് കണ്ടുപിടിക്കാനുള്ള അനാലിസിസ് ആണ് നൈസ് അനാലിസിസ്. ഇത് ഏതൊരു ബിസിനസ്സിനകത്തും, ഏതൊരു തൊഴിലിനും, ഏതൊരു സ്റ്റാഫിനെ എടുക്കുമ്പോഴും, ഏതൊരു ഡോക്ടർ അപ്പോയിൻമെന്റ് ചെയ്യണമെങ്കിലും, ഏതൊരു രോഗിനെ അപ്പോയിൻമെന്റ് ചെയ്യണം, നിങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അപ്ലിക്കബിൾ ആയ, സയന്റിഫിക്കലി പ്രൂവൺ, ഇയർലി ചെക്ക് ചെയ്യേണ്ട ഒരു അനാലിസിസ് ആണ് നൈസ് അനാലിസിസ്. അതെന്താണ് നമുക്ക് നോക്കാം. എന്താണ് നൈസ് അനാലിസിസ്? N ഫോർ നീഡ്, ആവശ്യം. നമ്മൾ അപ്പോയിൻമെന്റ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നമ്മൾ നിയോഗിക്കപ്പെടുന്ന ആളുകളുടെ ആവശ്യം എത്രമാത്രമുണ്ട്, അവരുടെ താല്പര്യം എത്രമാത്രമുണ്ട്, ഇൻട്രസ്റ്റ്, ആ വിഷയത്തിൽ അവർക്ക് താല്പര്യം എത്രയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു അവർക്ക് ലൈക്കബിൾ ആയിരിക്കണം. മൂന്നാമത്തത് കൺസേൺ, അവർക്ക് എത്രമാത്രം അത് കൺസേൺ ആയിട്ട് ചെയ്യാൻ മതി, ഉത്തരവാദിത്വത്തോടെ അത് ചെയ്യാൻ കഴിയും. എന്താണ് കൺസേൺ? കൺസേൺ എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ വിധം ഒരു ചെയ്യപ്പെടുന്ന, നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം
അതിന് പെയിൻ സോൾവിങ് പ്രോബ്ലം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അത് സോൾവ് ചെയ്യാൻ ഈ വ്യക്തി പ്രാപ്തനാണോ, അതാണ് കൺസേൺ. നമ്മൾ നിയോഗിക്കപ്പെടുന്ന വ്യക്തി, ഉദാഹരണത്തിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്യാൻ വേണ്ടി വെച്ച ഒരു ഡോക്ടർ, ആ ഡോക്ടർ രോഗികളുടെ ആവശ്യത്തിന്, രോഗികളുടെ ട്രീറ്റ്മെന്റിന് എത്രമാത്രം ആള് എലിജിബിൾ ആണ്, അവരുടെ മെയിൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അവർ എത്രമാത്രം ഏബിൾ ആണ്, ദാറ്റ് ഈസ് കൺസേൺ. ദെൻ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ. ഈ പ്രതീക്ഷ നമ്മൾ എല്ലാ നിലക്കും വേണം. ഈ വെക്കുന്ന വ്യക്തികൾക്ക് അതിൻ്റെതായ റിട്ടേണിങ് വേണം, നമുക്കതിൻ്റെതായ റിട്ടേണിങ് വേണം, പേഷ്യൻസിന് അതാന്തം. ഇതൊരു ഇൻഡിവിജ്വലൈസ്ഡ് അല്ല, ദറ്റ് ഈസ് എ കോമൺ. ഇവിടെ ഇതിൻ്റെ പ്രധാനം കിടക്കുന്നത് ഓരോ വർഷങ്ങളും നമ്മൾ ഇത് റീ എക്സാമിൻ ചെയ്യണം. അപ്പം നൈസ് അനാലിസിസ് റിപ്പീറ്റഡ് പ്രോസസ്സാണ്. കാരണം മനുഷ്യന്റെ സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യന്റെ പ്രതീക്ഷകളും കൺസേണും മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എല്ലാ വർഷവും ഇത് ചെയ്യണം. അപ്പോൾ ഇത് സർവീസിൽ ആപ്ലിക്കബിൾ ആണ്, ഡോക്ടേഴ്സ്, സ്റ്റാഫ്, ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇത് നോക്കാതെ നിങ്ങൾ ഒരാളെയും, ഒരു ബിസിനസ്സിനകത്തെയും, ഒരു സർവീസ് സെക്ടറിനെയും, ഒരു ഇൻഡസ്ട്രിയെയും നമ്മൾ എന്ത് ചെയ്യരുത്, എവാലുവേറ്റ് ചെയ്യരുത്. NB വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം പ്രോസസ്. ഇടയ്ക്കിടെ മിനിമം 1 year അല്ലെങ്കിൽ 6 months you have to recheck your NICE to give your service or business in smooth way. Thank you all. I am Dr. Ali Arimbra's Dental Clinic, Melato. Thank you.